അറബിക്കടലിൽ വിഴിഞ്ഞത്തിന്റെ അഭിമാനക്കൊടി പാറുമ്പോൾ അടിത്തറയാകുന്നത് പുലിമുട്ടിനിട്ട കരിങ്കല്ലുകൾ മാത്രമല്ല, അതിനേക്കാൾ ഉറപ്പുള്ള പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ്. തുറമുഖം പൂർണ്ണതോതിൽ കമ്മീഷൻ ചെയ്യുമ്പോൾ കേരള ചരിത്രത്തിന്റെ തന്നെ ഒരു നാഴികക്കല്ലാണ് ലോകത്തിനായി തുറക്കപ്പെടുന്നത്. 1996 EK നായനാർ സർക്കാരാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പ്രാഥമിക നടപടിക്ക് തുടക്കമിട്ടത്. അന്നു മുതൽ ഈ നിമിഷം വരെ ഇടതുപക്ഷത്തിന്റെയും CPIM-ന്റെയും പങ്ക് വിഴിഞ്ഞത്തെ ഓരോ മണൽത്തരിയിലും പതിഞ്ഞുകിടപ്പുണ്ട്. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ചൈനീസ് കമ്പനിക്ക് ടെൻഡർ നൽകിയതിനെ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് തടയിട്ടത് കേന്ദ്ര സർക്കാരാണ്. അന്ന് പൊതുമേഖലയിൽ വിഭാവനം ചെയ്ത പദ്ധതി സ്വകാര്യ പങ്കാളിത്തത്തിലേക്കും അവസാനം അദാനിയുടെ കൈകളിലേക്കും എത്തിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. സ്വകാര്യ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിൽ കൂടുതലും കേരള താൽപര്യം ഹനിക്കുന്ന വ്യവസ്ഥകളായിരുന്നു. ഭൂരിഭാഗം ചെലവും കേരള സർക്കാരിന്റെ ചുമലിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതുമായിരുന്നു. അതിനെതിരെയാണ് ഇടതുപക്ഷം പ്രതിഷേധിച്ചത്. 2014 വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയുള്ള മനുഷ്യച്ചങ്ങലയിലെ ആദ്യ കണ്ണിയായ പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയായതോടെയാണ് ഇന്ത്യയിലെ മറ്റൊരു തുറമുഖത്തിനും തൊടാനാവാത്ത ഉയരങ്ങളിലേക്കും ആഴങ്ങളിലേക്കും വിഴിഞ്ഞം കുതിച്ചത്. വിഴിഞ്ഞം പദ്ധതിക്ക് അതോടെ ഒരു പ്രവർത്തന കലണ്ടറുണ്ടായി. പ്രതിമാസ അവലോകനങ്ങളും അതിനായി പ്രത്യേക ആപ്പുമുണ്ടായി. നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത ഉറപ്പാക്കി. നിർമ്മാണം സമയബന്ധിതമായി. ഒക്കെയും പ്രളയവും കോവിഡും വിഘാതമായി നിന്നിട്ടും അതൊന്നും മുടങ്ങിയില്ല. 1/4 നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പ് അതോടെ പിണറായി സർക്കാരിന്റെ 8 വർഷം കൊണ്ട് ലക്ഷ്യം കണ്ടു. ഇനി രാജ്യത്തിന്റെ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ കവാടമാണ് വിഴിഞ്ഞം. കോടിക്കണക്കിന് രൂപയുടെ വിദേശ നികുതി ലാഭത്തിന്റെ ചാകരയുടെ പേരാണ് വിഴിഞ്ഞം. മാറുന്ന സമ്പദ്ഘടനയുടെയും വികസനത്തിന്റെയും ഗോപുരം. ലോകത്തെ കൂട്ടിക്കെട്ടുന്ന വിപുലമായൊരു കപ്പൽപാത. BJP-യും കോൺഗ്രസും വലതുപക്ഷ മാധ്യമങ്ങളും ചില പാതിരിമാരും പരിസ്ഥിതി മൗലികവാദികളും കലാപത്തിനായി തുഴഞ്ഞിട്ടും തുരങ്കം വച്ചിട്ടും വികസനത്തിന് നേർക്ക് രണ്ടാം വിമോചന സമരത്തിന് വരെ ആഹ്വാനം ചെയ്തിട്ടും ചൈനയിലെ സിയാമനിൽ നിന്നും മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം കടലിൽ ശാന്തമായി തന്നെ നങ്കൂരമിട്ടു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആ വികസന കുതിപ്പിനെയും ഒരു കപ്പലായി സങ്കല്പിച്ചാൽ അതിന്റെ ക്യാപ്റ്റന്റെ പേരാണ് പിണറായി വിജയൻ. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.